N4 News ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി. നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ. കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവോ? തുടർഭരണം ഉണ്ടാവില്ല. എന്തുകൊണ്ടത് ഉറപ്പ് പറയാം? ഭരണം ശരിയല്ല. മോശം ഭരണമായിരുന്നു. മോശം ഭരണമെന്നല്ല, ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്? ബുദ്ധിമുട്ട് ഒന്നാമത് ഇവിടെ സംബന്ധിച്ച് ഇത് തോട്ടം മേഖലയാണ്. ഈ തോട്ടം മേഖലയിൽ കൂലി വർധനവ് ഉണ്ടായിട്ടില്ല. ആകെ 42 രൂപയാണ് കൂട്ടി തന്നിരിക്കുന്നത്. ഈ തോട്ടം മേഖലയെ സംബന്ധിച്ച് അവിടുന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ UDF ഭരണം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ഒരു വർഷം തീരും. ഉറപ്പില്ല. UDF ജയിക്കണമെന്നാണ് ആഗ്രഹം. എത്ര സീറ്റ് വരെ UDF നേടാൻ കഴിയും? അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ജയിക്കാനുള്ള സീറ്റ് എന്തെങ്കിലും ഉണ്ടാവും. ജയിക്കുമെന്നാണ് അപ്പോൾ UDF വരണമെന്നാണ് ആഗ്രഹം. ഓക്കെ. എവിടെ ഇത്തവണ കേരളം ആര് ഭരിക്കാൻ സാധ്യത? ആര് ഭരിക്കുക? തുടർഭരണം വരില്ല എന്നാണ്. എന്താ വരാണ്ടിരിക്കാൻ കാരണം 10 വർഷം ആയതുകൊണ്ടാണോ? അതോ തോട്ടം മേഖലയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണോ? ഇവിടെ വന്യജീവി പ്രശ്നങ്ങളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പ്രോബ്ലംസുകളൊക്കെ ഉണ്ട്. വിലക്കയറ്റം അതിന്റെ ഒരു ഭാഗമാണ് മെയിനായിട്ട്. പിന്നെ തന്നെ ഞങ്ങള് എസ്റ്റേറ്റിനകത്തുള്ള കൂലി കൂടി കാര്യമില്ല. ഇവിടെ അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒന്നായിട്ടില്ല. 48 അതിന് കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും സർക്കാരിന്റെ ഭാഗത്തൊരു അനുകൂല കൂലി കൂട്ടിയുള്ള വേറെ ഒരു പരിപാടി അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തോട്ടം മേഖലയെ കുറിച്ച്. അതിനിപ്പോ ഈ പല രീതിയിലും പല മേഖലകളുണ്ട്. ഇപ്പൊ ഈ നഴ്സുമാര് സമരം നടത്തി, ആശാവർക്കർമാരെ സമരം നടത്തി, അതിലൊക്കെ അങ്ങനത്തെ കുറെ പരാജയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, മൊത്തത്തിൽ സർക്കാർ വികസനങ്ങൾ ഇങ്ങനെ ഒരുപാട് റോഡ്, സ്കൂള്, ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ പറയണല്ലോ. അപ്പൊ ആ രീതിയിൽ ഉള്ള വികസനങ്ങളാണ് പറയണത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ റോഡ് എന്ന് പറയും? ഇവിടെ ഒന്നും വലിയ വികസനം കണ്ടിട്ടില്ല. അതൊക്കെ മലയോര പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളൂ. അത് വരാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അപ്പൊ ഇത്തവണ UDF വരണമെന്നാണ് ആഗ്രഹമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. ചേഞ്ച് അല്ലല്ല, മാറി മാറി ഭരിക്കുന്ന കേരളല്ലേ. UDF വന്നാൽ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പറയാൻ പറ്റില്ല. എങ്ങനെയാന്നല്ല അവര് തല്ലൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് പോണ്. എന്നാലും ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പൊ 10 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു മാറ്റം വേണം എന്നുള്ളതാണ് എപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകണമെങ്കിൽ. വിലക്കയറ്റം ഭയങ്കര ഒരു പ്രശ്നം. ഇതാരും ഉന്നയിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഈ തവണ UDF വരാനാണ് ആഗ്രഹം. ഒരു ഭരണമാറ്റം ആണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷത്തെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? 10 വർഷത്തെ ഭരണം എങ്ങനെ വിലയിരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ മാറി മാറി ഭരിക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും പോണത്. കിട്ടാൻ സാധ്യത വികസനം നോക്കിയിട്ടാണെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ്, വളരെയധികം കുറവാണ്. വികസനം മോശമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഏതായാലും നമ്മളെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോക്കുമ്പോഴും അതും പരാജയം തന്നെയാണ്. ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആയാലും മറ്റുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സർക്കാരിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതും പരാജയം തന്നെയാണ്. അപ്പം ഇനി ഒരു UDF ഭരണമാണ് നമുക്ക് ആവശ്യമാണോ? ആവശ്യം UDF ഭരണം തന്നെയാണ്. മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു. മാറ്റങ്ങൾ എന്തെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ആണെങ്കിൽ അവരുടെ അവസ്ഥ ഇതുപോലെ തന്നെ ആവും. അവര് പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് ഈ അവരൊക്കെ പറയുന്ന തല്ലുകൂട്ടം കാര്യങ്ങളൊക്കെയാണ് പാർട്ടിയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഏത് പാർട്ടിയായാലും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ ഇപ്പൊ CPM-ൽ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ അടുത്തുണ്ടാവും ഒരുപാട് വാൾട്ടുകൾ ഉണ്ടാവും, അവരുടെ തർക്കങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ മറ്റേ UDF ആയാലും അതിലും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും. അതൊക്കെ തിരുത്തി വരുന്നതല്ലേ ഒരു പാർട്ടി ഒരു ഇത്. ഇത്തവണ അതൊക്കെ തിരുത്തി UDF അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. ഏകദേശം എത്ര സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട്? ഒരു 86
86 സീറ്റ് 86-90 സീറ്റുകൾ വീട് സജഷൻ പറയാം 110ലേക്ക് ഒന്ന് പോകാൻ സാധ്യത ഇല്ല. അത് നമ്മളെ സംബന്ധിച്ച് കുറവാണ്, കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം. 86 വരെയൊക്കെ 86-നുള്ളിൽ 85-നുള്ളിൽ നിൽക്കും. ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇനിയിപ്പോ പിണറായി വിജയൻ സർക്കാർ മാറി വി.ഡി. സതീശൻ തന്നെയാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അങ്ങനെയൊന്നുമില്ല, അവര് തീരുമാനിച്ചിട്ട് എടുത്തോട്ടെ. അവരൊന്നും കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ നടക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ഭരിക്കും അടുത്ത? ഇത് തുടർഭരണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡെല്ലാം വികസനം ഉണ്ട്. റോഡ് എല്ലായിടത്തും ഒരുവിധം റോഡുകളൊക്കെ അവർ പണിതുണ്ട്. പിന്നെ പെൻഷൻ്റെ കാര്യത്തിലായാലും 1500 2000 ആക്കി കൊടുത്തു. ഇനി അവർ കൂട്ടുന്നതാണ് പറയണത്. പക്ഷെ നല്ലൊരു ഭരണം തന്നെയാണ്. യു.ഡി.എഫ് സർക്കാർ ഇപ്പോൾ 3000 രൂപ പെൻഷനാക്കുന്നു. എല്ലാ വീടുകൾക്കും ഓരോർക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസും, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. വാഗ്ദാനങ്ങൾ മാത്രമാണല്ലോ, ഇലക്ഷന് മുമ്പ് പല വാഗ്ദാനങ്ങളും ഉണ്ടാവും. ഇവര് പറയണ്ടല്ലോ 2500 ആക്കുന്നു, ഇവര് പെൻഷൻ 2500 ആക്കുന്നു പറയുന്നുണ്ടല്ലോ. അല്ല ആക്കിയില്ലല്ലോ. ഇനി ഇത് തുടർഭരണം കിട്ടുകയാണെന്ന് 2500 ആക്കുന്നു പറയണ്ടല്ലോ. അല്ല, ഇത് കഴിഞ്ഞ ഇലക്ഷന് 2500 ആക്കുമെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പക്ഷെ 2000 ആക്കിയിട്ടുണ്ടല്ലോ. 2000 ആക്കിയിട്ടുണ്ട്. 2000 ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ റോഡാണ് നമ്മൾക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട. റോഡ് എല്ലാ റോഡുകളും അവര് പണിതുണ്ട്, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പോഴേ ഒരുപാട് മുതിർന്ന നേതാക്കള് പാർട്ടി വിട്ടു പോയിട്ട് ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. അത് ഏതിലാണല്ലോ, കോൺഗ്രസിലല്ലേ? അല്ല, ഈ CPM ഇപ്പൊക്കെ G. സുധാകരനടക്കം അങ്ങനെയുള്ള നേതാക്കന്മാര്, പിന്നെ ശശി, അതുപോലുള്ള ആളുകളൊക്കെ അതൊക്കെ ഈ അണികളിൽ വല്ല പ്രശ്നം രാഷ്ട്രീയത്തിനെ ബാധിക്കും. അത് രാഷ്ട്രീയത്തിനെ ബാധിക്കാൻ വഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിലോർത്തല്ല, മറ്റേ പിണറായി സർക്കാരിലോർത്തോളം കാലം അത് ഫ്ലിറ്റ് ആവാൻ പോകുന്നില്ല. അപ്പൊ ഇനി 5 വർഷം കൂടി അതാണ് വേണ്ടത്. അങ്ങനൊന്നല്ല, അങ്ങനൊന്നും പറയില്ല, അതൊന്നും അറിയില്ല. ഇപ്പൊ ഇത് ഇത്ര എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. ഒറ്റ സീറ്റ് കിട്ടില്ല. സീറ്റ് ഒറ്റ കിട്ടില്ല എന്നും പറഞ്ഞു. 3-4 സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും പിണറായി സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. ചേട്ടനാണെങ്കിൽ UDF സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. 5 വർഷം UDF കിട്ടട്ടെ. UDFന്റെ ഭരണം എങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മാറ്റാം. അതാണ് എന്റെ അഭിപ്രായം. 86-85 ഭരിക്കണത് ഇപ്പൊ ഇടതുപക്ഷമാണ് ഭരിക്കണത്. നല്ല രീതിയിൽ ഇപ്പൊ ഭരിച്ചു പോകുന്നുണ്ട്. ഒന്നാമത് ആകെ കൊളാക്കി പോയൊരു ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ 2016 മുൻപ്. നമ്മുടെ റോഡുകളായാലും ആരോഗ്യ മേഖലയിലും ഈ വിദ്യാഭ്യാസ മേഖലയിലും മറ്റേ ഹൈടെക് മേഖലയിലും എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള മാറ്റം നമ്മുടെ പിണറായി സർക്കാർ ഈ 10 വർഷം കൊണ്ട് നടത്തി കഴിഞ്ഞു. അപ്പോൾ തുടർന്നും ഈ സർക്കാർ നിലനിന്ന് പോകുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ സ്ത്രീകൾക്ക് ഈ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട 1000 രൂപ വെച്ച് അവരെ വേതനത്തിന് അവരെ പണിയെടുക്കുന്ന തുല്യമായിട്ടുള്ള വേതന അല്ലെങ്കിൽ കൂടി തന്നെ ഒരു നിശ്ചിത വരുമാനം അവർക്ക് ഇപ്പം മാസം കിട്ടുന്നുണ്ട് 1000 രൂപ വെച്ച്. ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയം അതിജീവിച്ചുകൊണ്ടിട്ടാണ് ഇത്തരം വികസനങ്ങൾ വിടുന്നത്. നമ്മുടെ ഹൈവേ, മറ്റുള്ള ഈ മലയോര ഹൈവേ, തുരങ്കപാതകൾ, നമ്മുടെ വിഴിഞ്ഞം പോലുള്ള പോർട്ട്, വൻകിട പദ്ധതികൾ വന്നു. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ നിലനിൽക്കണമെങ്കിൽ വീണ്ടും LDF സർക്കാർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ കോൺഗ്രസിന്റെ ഒരു 5 എന്ന പ്രകടന പത്രിക ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അടുത്ത മാസം തൊട്ട് ഇപ്പോൾ അവർ ജയിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കം, പിന്നെ ഒരു ഇൻഷുറൻസ് പദ്ധതി, ഒരു 5 വാഗ്ദാനങ്ങൾ. അപ്പൊ അതൊക്കെ അവർ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവർ ജയിപ്പിച്ചാൽ എന്തെങ്കിലും കുഴപ്പമില്ല? നടപ്പാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ എനിക്കും വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നത് ചെയ്യും, അത് ചെയ്യുന്നു. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ അവർ ഭരിക്കുന്നുണ്ട്. അവർ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളതെന്ന് താങ്കളായിട്ട് പറഞ്ഞാലും കൊള്ളാം. കാരണം എനിക്കറിയില്ല അവർ നടപ്പാക്കിയ തീരുമാനങ്ങൾ. വളരെ വ്യക്ത ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന ഒരു വാഗ്ദാനങ്ങളാണ് മാത്രം. കാരണം 3000 രൂപ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ സൗജന്യ യാത്ര, അത് എങ്ങനെ നടപ്പിലാവുമെന്നും കൂടി അവർ പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു വാഗ്ദാനം പറഞ്ഞു. ഇപ്പം തന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖല വ്യവസായങ്ങളെല്ലാം തന്നെ ലാഭത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 99% പൊതുമേഖല വ്യവസായങ്ങൾ ഇപ്പോൾ ലാഭത്തിലാണ് ഓടുകയാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് നഷ്ടത്തിൽ പോയതിനോട് ശമ്പളം കൊടുക്കാൻ വരെ സ്ഥിതിയില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം അതിനുപരി അവരിപ്പോൾ ലാഭത്തിലായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഇത്തരം ഒരു അവസ്ഥയിലുള്ള കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം കിട്ടാത്ത സ്ഥലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ഇത്തരം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത് എനിക്ക് അറിയില്ല, ഇനി താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇന്ന് നിലവിൽ നിൽക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാണ് സാധ്യത കേരളത്തില്? LDF അതെന്താ ഉറപ്പ് പറയാൻ കാരണം? വികസനം അതേമാതിരി ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണ് എടുത്തു പറയാൻ? റോഡ്, സ്കൂള്, ഹോസ്പിറ്റല്, പാലങ്ങള്, ഇപ്പൊ വലിയ വികസനമല്ലേ. മൊത്തത്തില് ഹോസ്പിറ്റലൊക്കെ ഭയങ്കര മോശം അവസ്ഥയിലാണ്. നമ്മളൊരു തന്തക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾ പറയുമ്പോൾ ആരെങ്കിലും ഒരു പാലിച്ചുണ്ടാവൂലേ? അതിനിപ്പോ എല്ലാരും കുറ്റക്കാരാവോ? അതന്നെ പ്രശ്നം. അപ്പൊ മൊത്തത്തില് ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷം വികസനം തന്നെയാണ്. റോഡൊക്കെ കണ്ടുകൊണ്ട് നിങ്ങക്ക് അപ്പൊ ഈ 10 വർഷത്തെ ഭരണം മികച്ച ഭരണം തന്നെ. അപ്പൊ ഇനി തുടർന്നും കിട്ടും. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അതോ അയാൾക്കല്ലേ ചങ്കൂറ്റുള്ളൂ, ബാക്കി കോൺഗ്രസ്സുകാരൊക്കെ തല്ലൂടല്ലേ? അല്ല, കോൺഗ്രസ്സുകാർ 110 സീറ്റ് വരെ കിട്ടുന്നതാണ്. അതിപ്പോ 140 പറയാൻ ചെയ്ത് ഭാഗ്യം. അപ്പോ 5 വർഷം കൂടി പിണറായി വിജയൻ ഭരിക്കുന്ന. പിന്നെ 5 ഇത് കോൺഗ്രസ് ഇത് തല്ലൂടി പിരിയും. അധികാരമില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടന്റെ അഭിപ്രായത്തില് എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം? LDF ജയിക്കും, മുഖ്യമന്ത്രി പിണറായി ആവും. അതന്നെ. അത് എങ്ങനെ ഒരു മികച്ച വിജയം ഉണ്ടാവും അതോ തട്ടിമുട്ടി ജയിച്ചു പറഞ്ഞ സാഹചര്യം ഉണ്ടാവും? അതായത് കേവലം ഭൂരിപക്ഷം ഉണ്ടാവും, ജയിക്കും. അപ്പൊ UDF ഒരു സാധ്യത കാണുന്നില്ലേ ഇവിടെ? ഇല്ല. അതെന്താ UDF സാധ്യത ഇല്ല എന്ന് പറയാൻ? ഇങ്ങനെ ഇല്ലാത്ത പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ജനങ്ങൾക്ക് അറിയാലോ. അല്ല, ജനങ്ങളൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. എനിക്കും പറഞ്ഞൂടെ, ഇപ്പൊ മണി പറഞ്ഞ മാതിരി 40, 50, 60, 70 സീറ്റൊക്കെ കിട്ടുന്നു. പക്ഷെ അത് കിട്ടിയിട്ട് വേണ്ടേ, ജനങ്ങളതിന് ഒരുങ്ങി നിന്നിട്ട് വേണ്ടേ? അപ്പൊ ഈ 10 വർഷം അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൂരിപക്ഷം LDF ഭരിക്കുന്നുള്ള തന്നെ. ഈ തോട്ടം മേഖലയിൽ ഈ കൂലി വർദ്ധനവിന് ഒക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടായില്ല എന്ന് ചില തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം. അത് ഇങ്ങനെ പറയുന്ന ആളുകൾ അത് പറയും. അതിലുണ്ടല്ലോ ഇപ്പൊ ആളുകൾ ഇങ്ങനെ. അപ്പൊ ഒരു തുടർഭരണം ഉണ്ടാവുന്നതന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹം. എന്തൊക്കെ ജനദ്രോഹം? ഞങ്ങൾ തോട്ടം തൊഴിലാളിയാണ്. തോട്ടം തൊഴിലാളിയായി ഞങ്ങൾക്ക് ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ആകെ കിട്ടിയത് ഒരു 3 വർഷം കൂടുമ്പോൾ ഈ കൂലി കൂടേണ്ടതാണ്. മുൻ സർക്കാർ 64 രൂപയിൽ നിർത്തിപ്പോ തന്നാണ്. പിന്നീട് വന്നാണ് ഗവൺമെൻറ് വന്നത് 52 രൂപയാണ്. അത് ഒരു വർഷത്തെ കാലാവധി തള്ളിക്കളഞ്ഞുകൊണ്ട് പിന്നീട് 3 വർഷം കഴിഞ്ഞ് കിട്ടിയത് 42 രൂപയാണ്. ഇപ്പോൾ 43 രൂപയാണ്. ഈ കാലയളവിലൊക്കെ കാലയളവ് മറ്റേ ഒരേ വർഷം തള്ളിക്കളയാണ്. മുൻ ഗവൺമെൻറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത് 81 രൂപയാണ്. അത് ഫുൾ മറ്റേ അരിയേഴ്സോട് കൂട്ടിയിട്ടാണ് തന്നത്. അല്ല, ഈ തോട്ടം മേഖലയിലത്തെ പ്രശ്നം കൊണ്ട് മാത്രം സർക്കാർ ഞാൻ എൻ്റെ കാര്യം തന്നെ അല്ലേ പറയാൻ പറ്റും. ആ നിലക്ക് മൊത്തത്തിൽ കേരളത്തിലൊരു ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UDF അങ്ങനെ വിജയിക്കാൻ ഒരു സാധ്യത ഉണ്ടോ? സാധ്യത ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കഴിഞ്ഞ 2 ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ വിജയിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ 5-10 വർഷത്തെ ഭരണം മോശമായിരുന്നു എന്നാണോ? മോശമായിരുന്നു എന്നല്ല, മറ്റേ നമ്മൾ തൊഴിലാളി വികസനങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ അവര്. വികസനം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറയുമ്പോൾ ഇലക്ഷനായിട്ട് കോൺഗ്രസിന് സർക്കാരിനെ കുറിച്ച് ദോഷം പറയാനൊന്നുമില്ല. അവരിപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ചെറ്റാതെ വിളിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് വികസനം നടന്നില്ല അല്ലെങ്കിൽ അഴിമതി നടന്നു എന്നുള്ളതൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് ഗവൺമെന്റിന്റെ കാലത്ത് വികസനം ഇല്ലാണ്ടിരുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടെന്നാണോ? അല്ല, ഈ 10 വർഷത്തെ എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും അതാത് വികസനങ്ങൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പൊ ഇനി ഒരു 5 വർഷം ഭരണം മാറി UDF അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നാണ് പ്രതീക്ഷ? അത് ആ പാർട്ടി തീരുമാനിക്കും. നമുക്ക് അഭിപ്രായം പറഞ്ഞില്ല. മനസ്സിൽ
വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തല അങ്ങനെ അതൊക്കെ ആ പാർട്ടിയുടെ ഇതാണ്. 110 സീറ്റൊക്കെ കിട്ടുമെന്ന് പറയേണ്ട അത്ര കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ജയിച്ചു കഴിഞ്ഞാല് നമുക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവും. 19 സീറ്റിന്റെ മുകളിൽ കിട്ടുന്നുള്ള 50 സീറ്റിന് മുകളിൽ കിട്ടുന്ന N4 ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക ഇലക്ഷൻ പ്രോഗ്രാം ആരുടെ വിധി? നാടിന്റെ തീരുമാനങ്ങൾ ഇനി N4 ന്യൂസിലൂടെ.